നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബാലഗോപാലിനോട് വിശദീകരണം ചോദിക്കണമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ആവശ്യം CPM ജനറൽ സെക്രട്ടറി MA ബേബി തള്ളി. നിയമസഭയിലെ ബഹളത്തിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് KN ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം ശരിയായില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം. MV ഗോവിന്ദൻ നേരിട്ട് ബേബിയോട് ഉന്നയിച്ച ആവശ്യമാണ് ബേബി നിഷ്കരണം തള്ളിയത്. അതായത് പിണറായിയുടെ നാളുകൾക്ക് CPM രാഷ്ട്രീയത്തിൽ തിരശ്ശീല വീഴാൻ പോകുന്നു എന്ന സൂചനയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. വരാൻ പോകുന്നത് ബാലഗോപാലിന്റെ നാളുകളാണെന്ന് ചുരുക്കം. പിണറായി ഒതുക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു ബേബി. പിണറായി വിജയൻ കേരളത്തിൽ 2 തവണ മുഖ്യമന്ത്രിയായ സീനിയർ നേതാവാണെന്നും സഭാ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകണമെന്നും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയനെ പ്രായാധിക്യം തളർത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് തിരുവഞ്ചൂർ ഇക്കാര്യം വ്യക്തമാക്കിയത്. CPM-ൽ കലാപത്തിന്റെ കനലിട്ടുകൊണ്ടാണ് തിരുവഞ്ചൂർ വെടിപൊട്ടിച്ചത്. എല്ലാവർക്കും പ്രായമാവില്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ പ്രായം ചെല്ലുന്തോറും പക്വത അങ്ങോട്ട് വർദ്ധിക്കും. പക്വതയുള്ളപ്പോൾ എപ്പോഴും എടുത്തു ചാടി ഒരു സ്പ്രിംഗ് ആക്ഷനിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനെ അവരുടെ അവശതയായിട്ടോ അല്ലെങ്കിൽ അവരുടെ മേലായികയായിട്ടോ നമ്മൾ ചിത്രീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറയേണ്ട സമയത്ത് അദ്ദേഹം പറയും. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഷാർപ്പ് പോയിന്റിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ബാലഗോപാൽ സമീപനത്തോടെ എനിക്ക് യോജിപ്പില്ല. സഭയിൽ ബഹളമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് എന്തെങ്കിലും പറയൂ എന്ന് ആവശ്യപ്പെട്ട നടപടി ശരിയായിരുന്നില്ല. സഭയിൽ ഒരാളിനെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളെ അങ്ങനെ ക്ഷോഭിപ്പിച്ചിരുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ബാലഗോപാൽ എന്നല്ല, ആരായാലും ആ സമീപനം ശരിയല്ല. അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകണമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. കേരളക്കരയിൽ ആഞ്ഞടിച്ച UDF സുനാമിയിൽ LDF കൂടാരം അപ്പാടെ തകർന്നടിച്ചപ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷ നിരയെ ഇനി ആര് നയിക്കുമെന്ന ഗൗരവതരമായ ചർച്ച കേരളത്തിൽ സജീവമായപ്പോൾ ബാലഗോപാലിന്റെ പേരാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് സഭയിൽ എത്തിയെങ്കിലും മുൻ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം എത്രത്തോളം ഇണങ്ങുമെന്ന കാര്യത്തിൽ CPM-ൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെ പേര് സജീവമായി ഉയർന്നു കേട്ടത്. മന്ത്രിസഭയിലെ 13 പ്രമുഖർ വൻ തരംഗത്തിൽ വീണപ്പോൾ കൊട്ടാരക്കരയിലെ കടുത്ത പോരാട്ടത്തിൽ വിജയക്കൊടി പാറിക്കാൻ ബാലഗോപാലിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കരുത്തായി പാർട്ടി കാണുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിലുള്ള രാഷ്ട്രീയ പാരമ്പര്യവും സഭയിലെ സാമ്പത്തിക ഭരണ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മികവും ബാലഗോപാലിന് മുൻതൂക്കം നൽകുന്നു. രാജ്യസഭാ അംഗമായും ബാലഗോപാൽ തിളങ്ങിയിട്ടുണ്ട്. KK ശൈലജയുടെ അപ്രതീക്ഷിത വീഴ്ച കൂടിയായതോടെ പരിചയസമ്പന്നരായ നേതാക്കളുടെ പട്ടികയിൽ ബാലഗോപാലിന്റെ പേര് ഒന്നാമതെത്തി. സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ വിജയതീരം കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ബാലഗോപാലിന്റെ നയതന്ത്രപരമായ സമീപനമാണ് അദ്ദേഹത്തിന് അനുകൂലമായത്. പിണറായി വിജയന്റെ ശൈലിയോട് പലപ്പോഴും മൃദുവായ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചും സ്വന്തം മണ്ഡലത്തിൽ അടിത്തറ നിലനിർത്തിയും വിജയിച്ച ബാലഗോപാലിനെ മുൻനിർത്തി മുമ്പോട്ട് പോകാനാണ് അനധികൃത റിസോർട്ടുകളിൽ നിന്ന് CPI വൻതോതിൽ പണപ്പിരിവ് നടത്തുന്നുവെന്ന് വിവിധ കോണുകളിൽ നിന്ന് പരാതികൾ വന്നപ്പോഴാണ് VS മൂന്നാർ ദൗത്യത്തിന് നിർദ്ദേശിച്ചതെന്നും സുരേഷ് കുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് VS-നെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് PC ജോർജ് ആയിരുന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിവേദിത P ഹരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ശരിയല്ലെന്നും VS നേരിട്ട് എത്തിയാൽ യഥാർത്ഥ കയ്യേറ്റങ്ങൾ കാണിച്ചു തരാമെന്നും PC ജോർജ് പറഞ്ഞു. വൻകിട കയ്യേറ്റങ്ങൾ നേരിട്ട് കണ്ട ശേഷം VS അവിടെ വെച്ച് തന്നെ ഇതെല്ലാം ഇടിച്ചു നിർത്തുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ പള്ളിവാസലിലെ മൂന്നാർ വുഡ്സിലേക്ക് JCB നീങ്ങിയതോടെയാണ് VS-ന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമായത്. റിസോർട്ടിന്റെ പേര് മൂന്നാർ വുഡ്സ് എന്നാണെങ്കിലും പള്ളിവാസിൽ മറ്റുള്ളവർ വിളിക്കുന്നത് ലാവ്ലിൻ വുഡ്സ് എന്നാണ്. ലാവ്ലിൻ കേസിൽ സാക്ഷിയോ പ്രതിയോ ആയിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാര്യയായിരുന്നു അതിന്റെ ഒരു പാർട്ട്ണർ എന്നും സുരേഷ് കുമാർ പറഞ്ഞു. VS സർക്കാരിനെ 2011-ൽ തുടർഭരണം കിട്ടാതിരിക്കാൻ അന്ന് CPI സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ശ്രമിച്ചെന്നും 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും VS അച്യുതാനന്ദന്റെ മുൻ അനുയായിയും IAS ഓഫീസറുമായിരുന്ന K സുരേഷ് കുമാർ പറഞ്ഞു. ഇക്കാര്യം VS തന്നെയാണ് തന്നോട് പറഞ്ഞത്. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ VS നിയോഗിച്ച ദൗത്യ സംഘത്തിൽ അംഗമായിരുന്ന സുരേഷിന്റെ VS-നൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിലാണ് വെളിപ്പെടുത്തൽ. CPI-യുടെ നേതൃത്വത്തിൽ വൻ പണപ്പിരിവ് നടക്കുന്നുവെന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് VS മൂന്നാർ തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയത്. കയ്യേറ്റ നിരീക്ഷിക്കാൻ മന്ത്രിസഭയിലെ ബിനോയ് വിശ്വം, KP രാജേന്ദ്രൻ എന്നിവരെ ചുമതലപ്പെടുത്തിയെങ്കിലും അവർ കൃത്യമായി പ്രവർത്തിച്ചില്ല.
മൂന്നാർ ടൂറിസ്റ്റ് ഹോം എന്ന ഹോട്ടലിന് മുമ്പിലെ സ്ലാബ് പൊളിക്കാൻ മണ്ണുമാന്തി എത്തുമ്പോൾ അത് CP ഓഫീസാണെന്ന് പറഞ്ഞിരുന്നില്ല. ദൗത്യത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPM VS-നെ വരിഞ്ഞു മുറുക്കി. താൻ ലോട്ടറി ഡയറക്ടറായിരിക്കെ എറണാകുളത്ത് അടച്ചുപൂട്ടിയ 25 ഓൺലൈൻ ലോട്ടറി ടെർമിനലുകൾ VS-ന്റെ മകൻ അരുൺകുമാറിന്റെ ഭാര്യ പിതാവിൻ്റെതായിരുന്നു. ഇക്കാര്യം അറിഞ്ഞിട്ടും ഓൺലൈൻ ലോട്ടറിക്കെതിരെയുള്ള പോരാട്ടത്തിൽ VS എല്ലാ പിന്തുണയും നൽകി. ലോട്ടറിക്കാരുടെ കോടികളുടെ വിൽപ്പന നികുതി വെട്ടിപ്പിനെതിരെ CBI അന്വേഷണം വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യത്തിൽ തന്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ബോധപൂർവമായ വീഴ്ച വരുത്തിയെന്ന് VS തന്നോട് പറഞ്ഞിരുന്നതായി സുരേഷ് കുമാർ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. സുരേഷ് കുമാർ ലക്ഷ്യമിടുന്നത് ബാലഗോപാലിനെയാണ്. ആ ബാലഗോപാലാണ് പിണറായിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. തന്റെ പാർട്ടി എത്തി നിൽക്കുന്ന ധർമ്മസങ്കടത്തിൽ നിന്നും രക്ഷിക്കാൻ ബാലഗോപാലിൽ നിന്നുണ്ടായ സ്വാഭാവിക പ്രതികരണമാണ് ഇതെന്ന് വിശ്വസിക്കാനാണ് ബേബിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് പാർട്ടി തിരുവഞ്ചൂരിന് മറുപടി നൽകാത്തത്. അതായത് ബാലഗോപാൽ ചെയ്തത് ശരിയാണെന്ന് CPM-ന്റെ ബഹുഭൂരിപക്ഷം വിശ്വസിക്കുന്നു.